ഒരു സിനിമാ സംവിധായകൻ എന്നാവുക എന്നുള്ളത് വന്നിട്ടുള്ളത് ഏറ്റവും വലിയ കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരുത്തനല്ല ഞാൻ സിനിമ എന്താണെന്ന് എടുക്കാൻ പഠിപ്പിക്കുന്ന ഒരുത്തനാണ് ഞാൻ ഇഷ്ടംപോലെ കുട്ടികളെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ കുട്ടികളെ. അതുകൊണ്ട് സിനിമ എടുക്കാനായിട്ട്, സിനിമയുടെ ലാംഗ്വേജ് മനസ്സിലാക്കാനായിട്ട് അത്രയും വലിയൊരു പ്രയാസമുണ്ടെന്ന് തോന്നുന്ന ഒരുത്തനല്ല ഞാൻ. എനിബഡി ക്യാൻ ബിക്കം എ ഫിലിം മേക്കർ, ദാറ്റ് ഈസ് വാട്ട് ഐ സേഡ്. സോ ഇറ്റ് ഈസ് നോട്ട് ദ ബിഗ്ഗസ്റ്റ് തിങ്. അത് ഉണ്ടാക്കപ്പെട്ട ഒരു മിത്താണത്. വിഷ്വൽ ലാംഗ്വേജിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് എഴുതാൻ അറിയാവുന്ന ഒരുത്തനെ പോലെ തന്നെ. അത് പിന്നെ അവനെ എഴുതാൻ അറിയാവുന്നവൻ, എല്ലാവർക്കും എഴുതാൻ അറിയാവുന്നവൻ അതിനെ ഫലിപ്പിക്കാൻ പറ്റുന്നതല്ല. ചിലരുടെ കഥ വായിക്കുമ്പോൾ നമ്മൾ ഇമോഷണലി ഇൻവോൾവ് ചെയ്യുന്ന പോലെ ചിത്രങ്ങളിലൂടെ പറയാൻ കഴിവുണ്ടാവുന്നവൻ, അവൻ അതിനെ കൂടുതൽ അറിയാവുന്നവനിൽ നമ്മൾ ഇമോഷണലായി ചിലപ്പോൾ ഇൻവോൾവ് ആകും. സംവിധാനം ഞാൻ ചെയ്തിരിക്കും, ദാറ്റ് ഓഫ് കോഴ്സ് നോ, ഡെഫിനറ്റ്ലി ഐ ഹാവ് ടു ഡു ഇറ്റ്. അതാണ് എൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. നോ, അതാണെങ്കിൽ ഞാൻ ഇത്രയൊന്നും യാത്ര ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ 90 കഴിഞ്ഞ് ഒരു പപ്പയുടെ സ്വന്തം അപ്പോസ് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് നേരെ വന്നിട്ട് ഒരു സിനിമയുടെ കഥ എടുക്കാനായിട്ട് അത്രയുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണ്. ഞാൻ ഇതിനോട് എല്ലാവർക്കും, ഞാൻ സുമേന്ദ്രയുടെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ ക്യാമറയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കട്ടർ പിടിക്കാൻ പറ്റുന്നത് ഞാൻ അഭിനയിക്കാത്ത സമയങ്ങളിൽ നിന്നിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും, ഞാൻ ബീലിനിൻ്റെ കൂടെ പോയിരുന്നിട്ട് എഡിറ്റിങ്ങിൻ്റെ കൂടെ ഞാൻ നിന്നിട്ടുള്ള ആ സമയങ്ങളിൽ 80s വന്നിട്ട് ഞാൻ എല്ലാ തുറയിലും ഞാൻ നിന്ന് വർക്ക് ചെയ്തിട്ടുള്ളവനാണ്. അപ്പോൾ എനിക്ക് അതിനകത്തേക്ക് പോവുക എന്നുള്ളതല്ല, ഞാനിതിനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ ഫീൽ ചെയ്തേക്കണേ. ഞാൻ പഠിച്ച എല്ലാത്തിനും എനിക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെല്ലാം പഠിച്ചെടുക്കുന്നതിനൊരു വഴി ഉണ്ടാവണം. ഞാനിതിനൊക്കെ മനസ്സിലാക്കിയെടുക്കുകയും അതിനെ ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്പേസ് കിട്ടുകയും എപ്പോഴും ചെയ്തിട്ടുണ്ട്. മേ ബി എനിക്ക് ദൈവാധീനം ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നിടത്തൊക്കെ ഞാൻ എത്തപ്പെടുകയാണ്. ഞാൻ ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലിൽ, എല്ലാ ഫെസ്റ്റിവലും എനിക്ക് ഹിറ്റായിട്ടുണ്ട്. എല്ലാ ഫെസ്റ്റിവലും ഒരു യൂണീക്നെസ് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ലൈക്ക് ഐ ക്യാൻ ടെൽ യു വൺ തിങ്, കൊച്ചി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇറ്റ്സ് എൻ യൂണീക്ക് ഫെസ്റ്റിവൽ ആക്ച്വലി. അത് ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. കാരണം അത് ഫെസ്റ്റിവൽ സിനിമ കാണിക്കുക എന്നുള്ളതിലുപരി, അതൊക്കെ സിനിമ കാണാൻ ഇപ്പോൾ ഇന്ന് ഇൻ്റർനെറ്റ് കിടക്കാൻ നേരത്തെ ഒരു സിനിമ ഒന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഈവൻറ്റിലല്ല ഞാൻ അതിനകത്ത് കാര്യങ്ങൾ ചെയ്തത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്ബൽ ബഫിൻ്റെ ഹോൾ ഫാമിലി സിനിമ കാരണം സ്വന്തം രാജ്യം വിട്ട് പുറത്ത് താമസിക്കുകയാണ്. അപ്പോൾ സിനിമ കാരണം വേറിട്ട് നിന്ന് അയാളുടെ അയാൾക്ക് കാണാൻ പറ്റില്ല, അമ്മയ്ക്ക് കൊച്ചുമക്കളെ കാണാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ കല്യാണം കഴിച്ച ഹസ്ബൻഡിനെ ഇയാൾക്കറിയില്ല, ബ്രദറിൻ്റെ കുട്ടിയെ കണ്ടിട്ടില്ല, ഇനി കാണാൻ പറ്റില്ല. ഇയാൾക്ക് ഇറാൻ്റെ മുകളിൽ കൂടി ഫ്ലൈറ്റ് യാത്ര ചെയ്താൽ തന്നെ വെടിവെച്ചിടും. ആ സമയത്താണ് ഞാൻ എൻ്റെ ഫെസ്റ്റിവലിന് അതിനൊരു വേദി ഉണ്ടാക്കി. ഓൾ ഫാമിലിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്തു. ഇവിടെ നിന്ന് അവരവിടെ നിന്നും വന്ന് ഈ വേദിയിൽ കൂട്ടിമുട്ടി. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി വേർപെട്ട ഒരു ഫാമിലിയെ ഏറ്റവും കൂടുതൽ ആദരിച്ചത് എന്താ, ഒരു ഫെസ്റ്റിവലിൻ്റെ സ്റ്റേജിലാണ്. അതിലപ്പുറം എന്താ ഒരു ഫെസ്റ്റിവൽ വേണ്ടത്? അതിലപ്പുറം പിന്നെ എന്താ ഒരു ഫെസ്റ്റിവലിന് സാധിക്കുക, ഒരു സിനിമയ്ക്ക് സാധിക്കുക? ഇത് ഭാഗ്യമല്ലേ? ഞാനെന്തിനാ, എൻ്റെ കയ്യിൽ വളരെ ചുരുക്കിയ പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ദെൻ ഐ വാസ് നോട്ട് ബോതേർഡ് അബൌട്ട് എനിത്തിങ് എൽസ്, ഓൺലി ദീസ് തിങ്. Bring this all family together and this family came, they met. എൻ്റെ ഭാഗ്യം. ഇനി ഒരിക്കലും സംഭവിക്കില്ല അങ്ങനത്തെ ഒന്നും. കാരണം അത് ഇനി പ്രശ്നമായി അവരെങ്ങനെ, കാരണം അവരുടെ എല്ലാ ലെറ്ററും സെൻസേർഡാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 10 കോടി രൂപ തന്നാൽ ഏത് പോലീസുകാരനും വന്നിട്ട് എത്ര വലിയ ആർഭാടത്തിലൂടെ ഫെസ്റ്റിവൽ ചെയ്യാം അല്ലേ? അതിലെന്ത് തരുന്നു പിന്നീട്? അതിന് ശേഷം എന്ത് സംഭവിച്ചു അവിടെ ഉണ്ടോ? എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കണം അവിടെ. നമ്മളൊരു കാര്യം ചെയ്താൽ there should be something before that and after that അല്ലേ? ഒരു ഈവൻ്റ് ഉണ്ടാവുന്നത് ഒരു മാറ്റത്തിന് വേണ്ടിയാണ് അല്ലേ? ആ മാറ്റത്തിൽ എന്തുണ്ടാവുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻ്റ് നിൽക്കുന്നത്. ഒരു സിനിമ കാണാനായിട്ടൊന്നുമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടം പോലെ നമ്മൾ കാണുന്നിടത്ത് വന്ന് ചവറ് കണക്കിന് എല്ലാവരും സിനിമ കാണുന്നുണ്ട്. ഞാൻ എപ്പോഴും തമാശ അവിടെ പറയുന്നുണ്ടായിരുന്നു വന്നിട്ടുള്ള ഫെസ്റ്റിവൽ കാണാനായിട്ട് നേരെ ഭീമാപ്പള്ളി പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതല്ല ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു, മേ ബി എൻ്റെ തോട്ട് പ്രോസസ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അതിട്ട് ഞാൻ കൊച്ചി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഞാൻ ഇതാ കാണുന്നത്. എനിബഡി ക്യാൻ ടേക്ക് ഇറ്റ് അപ്പ്, നോ പ്രോബ്ലം, മൈ പ്രോജക്റ്റ് ഈസ് ഓവർ. സിനിമയിൽ ഞാൻ ഇത് എക്സ്പെരിമെൻ്റ് ചെയ്തത്
ഞാൻ സിനിമേനെ ഉപയോഗിച്ചതിനകത്ത് ആദ്യത്തെ എക്സ്പെരിമെൻ്റ് ചെയ്തത് ഇന്ത്യ ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പോഴാണ്. സിനിമയും രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അച്ഛൻ്റെ മിനിസ്റ്ററായ സമയമല്ലേ, ആ കാലഘട്ടത്തിലാണ് ഞാൻ നികേഷ് എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ നികേഷ് എന്നെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത്, എന്തെങ്കിലും ചെയ്യാനായിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് സിനിമയിലെ ക്ലിപ്പിങ്ങൾ ഉപയോഗിച്ചിട്ട്, അതിന് മുമ്പ് അങ്ങനെ ഒരു പ്രോഗ്രാം മലയാള ടെലിവിഷനുകളില്ല. ഞാൻ സിനിമയുടെ ക്ലിപ്പിംഗ് ഉപയോഗിച്ച് അന്നത്തെ രാഷ്ട്രീയത്തെ ഞാൻ ഭയങ്കരമായിട്ട് വിമർശിച്ചായിരുന്നു. അത് വളരെയധികം പോപ്പുലറായിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. കാരണം അന്ന് VM സുധീരൻ തൊട്ട് മുരളീധരൻ തൊട്ട് എല്ലാവരെയും ഞാൻ അതിനകത്തിട്ട് സിനിമയുടെ ക്ലിപ്പിംഗ് കാണിച്ചുകൊണ്ട് ഞാൻ ഇട്ട് കുറയുമായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ സിനിമയും ഫുട്ബോളും എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുപോയി. ഞാനിപ്പോഴും ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം അത് തന്നെ. സിനിമയിലൂടെ ഐ ക്യാൻ ടീച്ച് യു ക്വാണ്ടം ഫിസിക്സ്, ഐ ക്യാൻ ടീച്ച് യു എവറിത്തിങ്. സിനിമ ലോകത്തിലുള്ള സിനിമ എന്ന് പറയുന്നതിനെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു വാക്ക് എൻ്റർടൈൻമെൻറ്റ് തിയേറ്ററിൽ കാണുന്ന അല്ല, മൂവിങ് ഇമേജ് ആൻഡ് മൂവിങ് ഇമേജ്, ചലനം ഉണ്ടാകുന്ന ഒരു ചിത്രങ്ങൾ. ഇതിലൂടെ നമ്മൾ എല്ലാത്തിനെയും നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കോൺസെപ്റ്റ് ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിലൂടെയാണ് ഇന്നത്തെ ഷോർട്ട് ഫിലിംസുകൾ വരുന്നത്. ഇറ്റ്സ് കോൺസെപ്റ്റ്, ഒരു കോൺസെപ്റ്റിനെ എടുത്ത് കാണിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വന്നിട്ടുള്ളത് ഒരു വലിയ ഫീച്ചർ ഫിലിമിൻ്റെ ചെറിയ വേർഷൻ അല്ല അത്. ഇപ്പോൾ ഉള്ള ഷോർട്ട് ഫിലിംസുകളുടെ ഒരു സ്റ്റൈൽ വന്നിട്ട് ഇറ്റ്സ് എ കോൺസെപ്റ്റ് ഫിലിമാണ്. ആ കോൺസെപ്റ്റ് ഫിലിംസുകൾ എന്ന് പറയുന്നത് ശരിക്കും ഫ്യൂച്ചർ ഫിലിമിലേക്ക് വരാവുന്ന ഒന്നാണ്. എ കോൺസെപ്റ്റ് ഫിലിം ഫീച്ചർ ഫിലിംസ്, അതാണ് ഇനി വരാൻ പോകുന്ന മലയാളത്തിലേക്ക് വരുന്നത്. ഈ ഒരു ചേഞ്ച് ഇവിടെ ഉണ്ടാവാൻ പോവുകയാണ്. ഇവിടെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളെ, അല്ലെങ്കിൽ വളരെ ഷോർട്ട് ഫിലിമിലുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഹാൻഡിൽ നമ്മുടെ സ്വാതന്ത്ര്യം ഭയങ്കരമാണ്. യു ക്യാൻ എല്ലാ മെറ്റീരിയലും ഹാൻഡിൽ ചെയ്യുക. കാരണം അതിനകത്ത് വലിയൊരു മാർക്കറ്റ് ഇല്ലയെന്ന് അവനെ എടുക്കുമ്പോൾ തന്നെ അറിയാം. 10 പൈസ തിരിച്ചു കിട്ടൂല അത്. അതുകൊണ്ട് അവൻ അതിനെക്കുറിച്ച് വെറിയിടല്ല. ആരും ഒന്നും പറയില്ലല്ലോ, ഒന്നുമല്ല, ഇതിന് തിരികെ പൈസ എടുക്കില്ല. പക്ഷേ ഇത് ഫീച്ചർ ഫിലിം എടുക്കുമ്പോൾ ഇപ്പോൾ ഉള്ള ഏറ്റവും പ്രശ്നം പറഞ്ഞാൽ അത് എങ്ങനെ പൈസ കിട്ടും, അത് തിരിച്ചു കിട്ടുമോ, സ്റ്റാറുണ്ടോ, മറ്റുണ്ടോ, തിയേറ്റർ കിട്ടുമോ, ഇത് ഒരു പ്രശ്നമില്ല അവനെ കൊണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡ് സെക്ടറെ ശരിക്കും ഓർഗനൈസ് ചെയ്തെടുത്താൽ ഇവിടെ ഒരു സീ ചേഞ്ച് ഉണ്ടാവും. 100% ഞാൻ പറഞ്ഞുതരാം. വെരി ടാലൻറ്റഡ്, വെരി ഇന്നോവേറ്റീവ്, ഭയങ്കര ക്രിയേറ്റീവ് മൈൻഡുള്ള ഒരുപാട് പേരുണ്ട്. എനിക്ക് ഒരുപാട് ഗ്രൂപ്പുണ്ട്, അതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര്. അവർക്ക് ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഹൈ ടെക്നോക്രാറ്റുകൾ തൊട്ട് വലിയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്കൂൾ തരത്തിലുള്ള, പക്ഷേ അവരുടെ വിദ്യാഭ്യാസം മുഴുവൻ ആർട്ടിലാണ് ചെയ്യുന്നവർക്ക് വളരെ കഴിവുള്ളവരുണ്ട്. എനിക്കറിയാം, എനിക്ക് കേരളം മുഴുവൻ നന്നായിട്ടറിയാം. ഞാൻ പല രീതിയിൽ ഞാൻ ഈ കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ സിമെൻറ്റ് സ്റ്റീൽ വിൽക്കാൻ തൊട്ട്, സെമിനാർ വർക്ക്ഷോപ്പ് നടത്താൻ തൊട്ട്, ഫിലിം ഫെസ്റ്റിവൽ ചെയ്യാനായിട്ട് തൊട്ട് ഞാൻ യാത്ര ചെയ്തിട്ടുള്ളവനാണ്. 100ഓളം ക്യാമ്പസുകളിൽ കൂടുതൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ഈസ് ഗോയിങ് ടു ചേഞ്ച് ഡെഫിനറ്റ്ലി. ഈ ഇതിനകത്തുനിന്ന് ഒരു മാറ്റം ഇവിടെ ഉണ്ടാകും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത്രയധികം വന്നിട്ടുള്ള എൻജിനീയേഴ്സ് ഉള്ള സ്ഥലമാണിത്. ഇത്രയധികം എൻജിനീയേഴ്സ് എവിടെ ഉള്ളത് എന്ന് പറയാമോ? എത്രയധികം വന്നിട്ടുള്ള IT പീപ്പിളുള്ള സ്ഥലം തന്നെ അവിടെ. പക്ഷെ നമുക്ക് എക്സ്പോഷർ ഇല്ല അവിടെ. നമ്മുടെ ബേസിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു എക്സ്പോഷർ ഉണ്ടാക്കാനുള്ളൊരു വേദിയുണ്ട്. മദ്രാസിൽ എനിക്ക് ഏറ്റവും ഗുണം കിട്ടിയെന്ന് പറഞ്ഞാൽ പുറമേ പഠിക്കാൻ പറ്റിയതും പുറമേ യാത്ര ചെയ്യാൻ പറ്റിയതും കിട്ടിയൊരു ഗുണം എനിക്കുണ്ട്. അതെനിക്കൊരു ഗുണം. അത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയുണ്ട്, നമുക്ക് നമ്മുടേതല്ലാതെ നമുക്കൊരു ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള പല വേദികൾ ഇവിടെ കുറവാണ് പുറമേ ഉള്ളവരായിട്ട്. അതാണ് നമുക്കിവിടെ ആവശ്യം. അതിനിവിടെ ആരും വരണമെന്നൊന്നുമില്ല ഇനിയുള്ള കാലത്തിനകത്ത്. നമുക്ക് റിയലി ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചുകൾ നമുക്ക് ആവശ്യമുണ്ട് വന്നിട്ട്. ഞാൻ ഈ സബ്ജക്റ്റിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഐ ആം ലീസ്റ്റ് വെറീഡ് അബൌട്ട് ഇറ്റ് ആക്ച്വലി. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന എൻ്റെ വഴി എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഇരിക്കുന്ന ഞാൻ ഈ പഠിച്ച് ഇത്രയും നാൾ കൂട്ടി വെച്ച ഒരു സാധനത്തിന് എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തിച്ച് ഞാനൊന്ന് ഫ്രീ ആവണമെന്നുള്ളതല്ലാതെ ഞാൻ ഇവിടെ എന്ത് നടന്നാൽ എന്താണെന്നുള്ളത്. ഇഫ് യു വാണ്ട് ടു കിസ് യു കിസ്, ഇഫ് യു ഡോണ്ട് വാണ്ട് ടു കിസ് ഡോണ്ട് കിസ്. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ആക്ച്വലി വന്നിട്ടുള്ളത് അവിടെ 2 തരത്തിലൊരു പ്രശ്നങ്ങളുണ്ട്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, തൻ്റെ മക്കളിൽ പരസ്യമായി ചുംബിക്കുന്നത് കാണാൻ മാതാപിതാക്കൾ നിൽക്കുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വശത്ത് ഇവിടെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇതിനൊക്കെ ഉപരി പോട്ടെ, ഇതൊന്നും അല്ലല്ലോ വിഷയം. ഇവിടെ വന്ന് സ്ത്രീയെ ബഹുമാനിക്കുന്നുണ്ടോ? നമ്മൾ സ്ത്രീക്ക് ബസ്സിൽ മര്യാദയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആദ്യം നമ്മളെ മനസ്സിലാക്കുക.
എവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ എന്നിട്ട് ഈ വക ചർച്ചകളിലേക്ക് നമ്മൾ പോവുക. എനിക്ക് തോന്നണേ ഇതെന്ത് നടക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിച്ചില്ല. എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയാം എൻ്റെ അടുത്ത് ചോദിക്കാതിരിക്കും. എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ അതിനകത്ത് മാത്രം ചിന്തിക്കുന്നവനാണ്. ഞാൻ ശരിക്കും വളരെ ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ എൻ്റെ ബോഡി ലാംഗ്വേജിലേക്ക് വരുന്നത് ചിലപ്പോൾ തമിഴാന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ഞാൻ ബിഗിനിങ് പീരീഡിൽ കാരണം എനിക്ക് ഭയങ്കര നീട്ടത്തിലുള്ള ഡയലോഗൊക്കെ പറയാനായിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ഒരു പോരായ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. തമിഴിന് ഒരു തമിഴ് ലാംഗ്വേജ് ശരിക്കും എന്ന് പറയുന്നത് ഇതിനൊരു വ്യത്യാസമുണ്ട്. തമിഴ് ലാംഗ്വേജ് ഒരു പ്രത്യേക ലാംഗ്വേജാണ്. തമിഴ് യഥാർത്ഥത്തിൽ വന്നിട്ടില്ല. നമ്മളിതൊരു ശരിക്കും തമിഴ്നാട് ചേരരാജ്യം തന്നെയായിരുന്നു വന്നിട്ട്. ഇതൊക്കെ ഒരു വിവാഹത്തിലേക്ക് നമ്മളൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. തമിഴ് നമ്മളിലുണ്ട്. ഇപ്പോൾ സിലോൺ തമിഴിൽ കണ്ടില്ല ഉറങ്ങുന്നൊക്കെ പറയുന്ന വാക്കുകൾ വരും. തമിഴിനകത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എങ്ങനെയാണ് തമിഴ് സിനിമ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നത് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ആർക്കാണ് ഏതിനുള്ള തമിഴിനോടാണ്. ബട്ട് മലയാളത്തിനുള്ളതിന് ഏറ്റവും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഭാഷയുടെ ഒരു ശക്തി ഭയങ്കരമാണ്. കാരണം തമിഴിൻ്റെ സത്യവും ഉൾക്കൊണ്ടിട്ടുണ്ട്, സംസ്കൃതത്തിൻ്റെ സത്യവും ഉൾക്കൊണ്ടിട്ടുണ്ട്. സോ ഇറ്റ് ബിക്കംസ് ആക്ച്വലി എന്നിട്ടുള്ള അതുകൊണ്ട് തന്നെയാണ് ഈ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ എന്ന് നമ്മൾ പറഞ്ഞത്. രണ്ട് കൾച്ചർ ഇവിടെയുണ്ട്, ആര്യ സംസ്കാരവും ദ്രാവിഡ സംസ്കാരം. ഈ രണ്ടിൻ്റെയും കൂടി വന്നിട്ടുള്ള ഗുണമേന്മ മലയാളത്തിനുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഒരുപക്ഷെ ഞാൻ ഈ ഭാഷാ പണ്ഡിതനൊന്നുമല്ല ശരിക്കും. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ് വലിയ വിവാദത്തിലേക്കൊന്നും വരില്ല. ഞാൻ കണ്ട ഒരു ലേമാൻ എന്ന രീതിയിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്. പിന്നെ എന്നെ സംബന്ധിച്ചോളം തമിഴിലെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ തമിഴ് സിനിമയിൽ ഉണ്ടാകുമ്പോൾ വലിയ ലാംഗ്വേജ് ഒന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ എനിക്ക് വന്ന് ബോഡി ലാംഗ്വേജിൽ സംസാരിച്ചിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ആ തരത്തിലുള്ളൊരു ക്യാരക്ടേഴ്സ് എല്ലാം മലയാളത്തിലുള്ളത് കൊണ്ട് ഒരുപക്ഷെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാം എനിക്ക്. ബട്ട് തമിഴിൽ നിൽക്കുമ്പോൾ തോന്നും അക്കരയ്ക്ക് ഇക്കരെ പക്ഷേ എല്ലാവർക്കും മലയാളം പടത്തിന് ഭയങ്കര ബഹുമാനമാണ്. മലയാളത്തിൽ നിൽക്കുന്നവർക്ക് തമിഴിനോട് ഭയങ്കര ബഹുമാനമായിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. അതിൻ്റേതായ എല്ലാത്തിനും അതിൻ്റേതായ ഗുണമേന്മയുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. അദ്ദേഹത്തെ ഞാൻ കാണുന്നുണ്ടല്ലാതെ ഞാനിതിനകത്ത് വലിയ പണ്ഡിതനൊന്നുമില്ല. എനിക്കറിയാവുന്ന സബ്ജക്റ്റുകളിൽ യെസ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ മാൻ ഓഫ് ആക്ഷൻ ആയതുകൊണ്ടായിരിക്കാം വന്നിട്ട് ഞാൻ ദൃശ്യത്തിലൂടെയാണ് ഞാനിതിന് ഭാഷയെ കാണുന്നത്. ഞാൻ എഴുത്തിലൂടെയല്ല ഞാൻ കാണുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് അതിൻ്റെയൊക്കെ ഒരുപാട് പരിമിതികൾ എന്നിലുണ്ട് ശരിക്കും. ഞാനുണ്ടാകുന്ന എൻ്റെ അടുത്ത പ്രോജക്റ്റ് വിഷ്വൽ ലിറ്ററസിയാണ്. അത് കഴിഞ്ഞാൽ ഞാനതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വിഷ്വൽ മാത്തമാറ്റിക്സ് ഉണ്ട് ആക്ച്വലി വന്നിട്ടുള്ളത്. സോ ഹൗ യു ക്യാൻ ആക്ച്വലി ഇതെല്ലാം എൻ്റെ പ്രോജക്റ്റുകളിലൊന്നാണ്. അപ്പോൾ ഞാൻ ഈ ഫെസ്റ്റിവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെനിക്കൊരു സെറ്റപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങനെ നടന്നു പോകാനുള്ള എല്ലാം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ദൃശ്യഭാഷ സാക്ഷരത എന്ന് പറയുന്നത് എൻ്റെ ഒരുപാട് നാളത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് ഞാൻ ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ വിഷ്വൽ മാത്തമാറ്റിക്സിലേക്ക് ഞാൻ കയറും. തമ്പി എന്നുള്ളൊരു പേര് ശരിക്കും തമിഴ്നാട്ടിലൊരു പേരല്ലായിരുന്നു. ഞാൻ ആദ്യം അവിടെ ചെന്നറിഞ്ഞപ്പോൾ ആദ്യം തമ്പി എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പക്ഷേ എങ്ങനെയാണ് എൻ്റെ പേര് ഇവനറിയാവുന്നത് ഞാൻ നോക്കിയാണ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നമ്മളിപ്പോൾ ചിലപ്പോൾ കേട്ട് കാണാം നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ തന്നെ. അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാൻ അവിടെ കയറി. ചായ കുടിക്കാൻ നേരത്തെ അപ്പോഴാണ് എനിക്ക് ശരിക്കും അപ്പോൾ തമ്പി മേശ തുറന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായി ഓ നമ്മളോടാണ് മേശ തുടയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ നോക്കുമ്പോൾ ഒരുത്തമ്മ തുടയ്ക്കണം. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് തമ്പിമാർ. അപ്പോൾ തമ്പി ഒരു പേരല്ല അവിടെ എന്ന് മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടിൽ നമ്മൾ തമ്പി എന്ന് എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും എല്ലാവരും വിചാരം ഞാൻ എല്ലാവരുടെ അനിയനാന്നുള്ളതാണ്. അങ്ങനെ അപ്പോൾ ഭാനുമതിയാണ് അവർ പറഞ്ഞത്. അവർ ജാഹി രവീന്ദ്രനുള്ളൊരു പേരുണ്ടാവില്ല, അതൊരു കോമഡിയാണത്. ഈ തമ്പിയുമായിട്ടാണല്ലോ സിനിമയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേക്ക് ഇവരെന്നെ എപ്പോഴും വന്നിട്ട് രവി എന്ന് വിളിക്കുള്ളൂ. ഷീ തൊട്ട് ആക്ച്വലി ഭയങ്കര ഒരു ഡൈനാമിക് ഉള്ള ആയിട്ടാണ് ഷീ ഫൈൻസ് മീ. കാരണം ഞാൻ എപ്പോഴും ഭയങ്കര എനർജി ആയിട്ട് നടക്കുന്നതിൻ്റെ എല്ലാത്തിനകത്തേക്കും. അപ്പോൾ അവരെന്നെ അപ്പോഴും രവി എന്ന് വിളിക്കുള്ളൂ. ഭാനുവിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് അങ്ങനെയാണ്. പക്ഷെ അതിനിടയ്ക്ക് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ പറഞ്ഞു, സാർ അപ്പോൾ രജനീകാന്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു, ഭയങ്കര ആക്ഷനെല്ലാം பண்ணுறான் சார், அதனால் இவனை வேணால் ரவிகாந்த்னு கூப்பிடலாம். அப்படியே ഞാൻ കിട്ടിയത് ഒരു
പിടിച്ച് എവിടത്തേക്കാണോ നമ്മുടെ കയ്യിലേക്ക് പാര പറ്റിയെന്ന് നമുക്കറിയാൻ പാടില്ല. അങ്ങനെ ഒരു സാധനം കയറി വരില്ലോ എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, അതാ പറഞ്ഞത്. ഞാൻ എപ്പോഴാണ് പറഞ്ഞത് ഒരു ഇന്ദ്രൻ കിട്ടുക അങ്ങനെ ഉണ്ടെന്നുള്ള, അങ്ങനെ രവീന്ദർ എന്നുള്ളൊരു പേരിലേക്ക് ഞാൻ അവതരിക്കാൻ കാരണം അതാണ്. നൃത്തം ഒരു എക്സ്പ്രഷനാണ്. നൃത്തം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു എക്സ്പ്രഷനാണ്. ശരിക്കും നമ്മൾ വന്നിട്ടുള്ള അറിയാതെ നമ്മൾ നൃത്തം ചാടിപ്പോവും. നമ്മൾ പെട്ടെന്ന് വന്നിട്ടുള്ളതിനകത്ത് നമ്മളറിയാതെ തുള്ളിപ്പോവുമെന്ന് പറയുന്നത് ഒരു നൃത്തം തന്നെയാണ്. പെട്ടെന്ന് നമ്മൾ ഞാൻ പറഞ്ഞു കേട്ടെ, റിസൾട്ട് വരുന്നു, തോറ്റുമെന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് അവന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയപ്പോൾ അവനിങ്ങനെ ഇരിക്കും, ഓഹോ ഫസ്റ്റ് ക്ലാസ് കിട്ടിയല്ലേ എന്ന് പറഞ്ഞു അവൻ ചാടിയില്ലേ. ഇറ്റ്സ് എക്സ്പ്രഷൻ ഓഫ് ഡാൻസ് ആക്ച്വലി. സോ ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ. ഡാൻസ് എന്ന നൃത്തം വന്നിട്ടുള്ളത്, നൃത്തവും സംഗീതവും ഒരു പ്രാർത്ഥനയാണ്. ഞാൻ തൃപ്പൂണിത്തുറക്കാരനാണ്. അതുകൊണ്ട് ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ എൻ്റെ അയൽവക്കാണ് കഥകളി ആചാര്യനായ കലാമണ്ഡലം കൃഷ്ണൻ നായർ. ഞാൻ ചെറുപ്പം മുതലേ കൊട്ടും ആട്ടവും പാട്ടും കണ്ട് അതിനെ വന്നിട്ട് നമ്മളതിനെ കണ്ട് ചെയ്തു വന്നവനാണ്. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ അതിനകത്ത് എനിക്ക് ക്ലാസ്സിൽ പോകാനും പിന്നെ അതിൽ നിന്ന് ഇറങ്ങി ഓടാനും എല്ലാം വഴിയുണ്ടായിരുന്നു. അങ്ങനെ ഒറ്റയേറെ പരിപാടി ഞാൻ ആർമി പഠിക്കുമ്പോൾ ഇതിനൊക്കെ നമുക്ക് സാഹചര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിൽ ശരിക്കും ഇതിൻ്റെ ഇടയിൽ കിടന്ന് വളരുന്ന ഒരുത്തനാവുമ്പോൾ നമ്മളറിയാതെ ഇത് തന്നെയാണ് പഠിച്ചു വരുന്നത്. മനസ്സിലായില്ലേ? പിന്നെ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതിനകത്ത് പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വെസ്റ്റേണിലേക്ക് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ ഡാൻസിന് എനിക്ക് ഉണ്ടാവാനുള്ള ഇൻട്രസ്റ്റിന് രണ്ട് കാരണങ്ങളും കൂടിയുണ്ട്. ഒരുപക്ഷെ ഞാൻ വെസ്റ്റേൺ മ്യൂസിക്കിനെ ഞാൻ അന്നേരം ഇഷ്ടപ്പെട്ടിരുന്നത് മാത്രമല്ല, ഞാൻ പോയി പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഡാൻസർ ഞാൻ മാത്രമേ പേരിനെ കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല പേര് നമ്മുടെ കൂടെ വരണമെന്നുള്ളൊരാഗ്രഹം ഏത് പയ്യനെ ഇല്ലാത്ത. അപ്പോൾ ഞാൻ പോയി അതിനെ മൊത്തം വന്നിട്ട് പഠിക്കും. ഡാൻസ് പഠിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ കൂടെ ഡാൻസ് ചെയ്യാനായിട്ട് പെൺകുട്ടികളെ കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എപ്പോഴും ഈ പൂനെയിലായിരുന്നപ്പോൾ ഒരുപാട് ജാം സെക്ഷൻസ് ഉണ്ടാവും. എല്ലാ ദിവസവും പ്രോഗ്രാമുകളും, ഒന്നില്ലെങ്കിൽ ആഫ്രിക്കൻ്റെ അല്ലെങ്കിൽ ഇറാനിയൻ്റെ, അങ്ങനെ ഒരുപാട് ഫോറിൻ സ്റ്റുഡൻസ് അവിടെ ഉണ്ട്. അതല്ലാതെ വന്ന് ഞാൻ മുഴുവനും ഗവൺമെൻസിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അവിടെ ഇപ്പോൾ എൻ്റെ പേര് മാറ്റിയായിരുന്നു. ഈ തമ്പി ഹിമ്പി എന്ന് ഞാനവിടെ ഡാനി എന്ന് വിളിക്കുള്ളൂ. അതെ, എൻ്റെ ഹോസ്റ്റലിലുള്ളവർക്കൊക്കെ അറിയാമല്ലോ, ഞാൻ മുഴുവൻ ഗവൺസിനൊപ്പം നടന്നിരുന്നത്. അപ്പോൾ അതിനവിടെ നമ്മൾ ഡാൻസ് പഠിച്ചില്ലെങ്കിൽ നമുക്ക് പേരൊന്നും കിട്ടില്ല. നമ്മളതിനകത്ത് വരച്ചിട്ടുണ്ട് കംപ്ലീറ്റ്. ഞാനവിടെ മ്യൂസിക്കിൽ സെക്കൻഡ് സിംഗറൊക്കെ ആയിട്ട് പോകുമായിരുന്നു കംപ്ലീറ്റ്. അപ്പോൾ അങ്ങനെ ടോട്ടലി ഒരു ഗോവനെ പോലെയാണ് ഞാൻ ജീവിച്ചിരുന്നത്, ഡാനി ഡുപ്രാറ്റ്. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് അവരായിരുന്നു എനിക്ക്. അപ്പോൾ അവർ പറഞ്ഞ് ഭക്ഷണമൊക്കെ കൊണ്ടുതരുന്നുണ്ട്. അവിടെ ഈ കാരിയറിലാണ് വരുന്നത് ഭക്ഷണമൊക്കെ. അപ്പോൾ അവർ ഡുപ്രാറ്റ് ഫാമിലിയിൽ നിന്ന് ഞാൻ ആ പേര് കേട്ടെ. അപ്പോൾ അവർ പേര് പെട്ടെന്ന് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെ അറിയാമല്ലോ, ബാക്കിയുള്ളവരുടെ ഞാൻ കോളേജിലില്ല പോകുന്നതിനകത്ത് മാത്രമല്ല അറിയാവുള്ളൂ. എന്നാലും കൂടുതൽ കറക്കം ഇവരുടെ കൂടെയാണല്ലോ ഈ സിറ്റിയിലുള്ള. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആ പേരിൽ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ പോയിരുന്നത് വന്നിട്ടുള്ളത് ലൈഫിൽ. ശരിക്കും അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗോവൻ്റെ ഇടയിൽ പോയപ്പോൾ ഗോവനാവുക ഞാൻ പറഞ്ഞത്. നമ്മൾ വന്നിട്ടുള്ള ഒരു ഈ തമിഴ് ലിറ്ററേച്ചർ ആൾക്കാരുടെ പോകുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ജീവിക്കുക. അങ്ങനെ ഞാൻ ഓരോ സ്ഥലത്തും പോയി ഞാൻ പെടും ഇങ്ങനെ. ഇപ്പം മദ്രാസിലെ മോനെ പോലെ തന്നെ അടിയും കുത്തുണ്ടായപ്പോൾ ഞാൻ അടിയും കുത്തായിട്ട് നിൽക്കുക. അവിടെ നമ്മളൊരു ബോർഡർ ഉണ്ടാവും, അത് ക്രോസ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ നമ്മൾ നോക്കിയാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ എല്ലാത്തിനകത്തും നമുക്കൊരു ലൈഫിനെ എൻജോയ് ചെയ്യാനായിട്ട് ഞാൻ ശരിക്കും. പക്ഷെ അതെന്താ അറിയാമോ, ലൈക്ക് അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്കിപ്പോഴും വന്നിട്ട് എന്നെ സംബന്ധിച്ചോളം ഞാൻ ആസ്വദിച്ച് ജീവിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. കഷ്ടങ്ങളൊക്കെ അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നത്, നമ്മളുണ്ടാകുന്ന ഈ പോക്കിലൊക്കെ നമ്മൾ ടെൻഷനിൽ കയറും ശരിക്കും ഒക്കെ സാധിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എൻത്യൂസിയാസമാണ്. ഇപ്പോഴും ആ എനർജി എനിക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.